എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത്, അതായത് നീറ്റാണോ അല്ലെങ്കിൽ കീമാണോ അല്ലെങ്കിൽ JEE ആണോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CUET പ്രവേശന പരീക്ഷയാണോ എഴുതേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനത്തിനായിട്ട് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 എക്സാമിനേഷൻ വഴിയാണ് ഈ ഒരു പ്രവേശനം നേടാൻ സാധിക്കുക. ഒന്ന് നീറ്റും ഒന്ന് CUETയുമാണ്. അതുപോലെ തന്നെ കീം രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് CUET രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ CUET രജിസ്ട്രേഷൻ അതിനുശേഷം പിന്നീട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CUET രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു 2 വഴികളുടെയും പ്രവേശനം നേടാം. അതുപോലെ തന്നെ നീറ്റ്, കീം, അതുപോലെ തന്നെ ഈ ഒരു CUET വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് വഴി എങ്ങനെ പ്രവേശനം നേടാം എന്നുള്ളതിന് മുമ്പായിട്ട് CUET വഴി എങ്ങനെ പ്രവേശനം നേടാം എന്നുള്ളത് നോക്കാം. അപ്പോൾ CUET അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ മാത്സ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെയോ അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സിൻ്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റിസൾട്ട്, അതായത് CUET പ്രവേശന പരീക്ഷ എഴുതി അതിൽ നല്ല മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ICAR അതായത് ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അലോട്ട്മെൻറ്റുകളിലേക്ക് അപേക്ഷിക്കണം. അതായത് ഈ ICAR നടത്തുന്ന അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 52ഓളം യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം 1600ഓളം സീറ്റുകളിൽ, അതായത് BSc അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള സീറ്റുകളിലേക്കാണ് പ്രവേശനം നടത്തപ്പെടുന്നത്, അതായത് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ 15% സീറ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 1600 കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന സീറ്റാണ്. അപ്പോൾ ഈ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അതായത് കേരളത്തിലും ഈ ഒരു 15% സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്കും നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് CUET അതായത് നീറ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് CUET വഴി ഈ ഒരു കേരളത്തിലെ BSc അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രവേശനം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി നോക്കാം. കേരളത്തിൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. അപ്പോൾ അത് കേരളത്തിലെ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലാണ് വരുന്നത്. അതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു കേരളത്തിലെ കാർഷിക സർവകലാശാല കോളേജിൽ അതായത് ആ ഒരു സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠിക്കാൻ സാധിക്കുക. അപ്പോൾ 4 കോളേജുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്ക്, അതായത് കേരളത്തിലെ 85% സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തപ്പെടുന്നത് കേരളത്തിലെ മെഡിക്കൽ അലൈഡ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കേരളത്തിലെ മെഡിക്കൽ അലൈഡ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് CEE ആണ്, അതായത് കേരള എൻട്രൻസ് പ്രവേശന പരീക്ഷ കമ്മീഷനാണ്, അതായത് കേരള പ്രവേശന പരീക്ഷ കമ്മീഷനാണ് നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കീം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നീറ്റിന് നല്ല സ്കോർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ, അതായത് ഇപ്പോൾ കീമിൻ്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷയിൽ 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആണ്. രണ്ടാമതായിട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് ആർക്കിടെക്ചർ ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മെഡിക്കൽ, അതുപോലെ തന്നെ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ നാലാമതായിട്ട് ഫാർമസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻജിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അതത് കോളം കൂടി ടിക്ക് ചെയ്യേണ്ടതാണ്. കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു 4 ഓപ്ഷനും ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പിന്നീട് അവസരം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കീം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ്, അതുപോലെ ഫാർമസി, ഇതിൽ ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് ആ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ
ആർക്കിടെക്ചറിൽ അതായത് അഗ്രികൾച്ചർ പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു മെഡിക്കൽ അലൈഡ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് നൽകണം. ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് ഈ ഒരു മെഡിക്കൽ കോഴ്സിനും, അതായത് മെഡിക്കൽ കോഴ്സായിട്ടുള്ള MBBS BDS ഇതുപോലുള്ള കോഴ്സുകൾക്കും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും 2 റാങ്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക. മെഡിക്കൽ അലൈഡ് കോഴ്സസിലാണ് ഈ ഒരു അതായത് അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപ, അതായത് ഒരു വർഷം 15,000 രൂപ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തൊഴിലവസരമുള്ളത് കോഴ്സ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അങ്ങനെയെങ്കിൽ നല്ല തൊഴിലവസരം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കീം വഴി ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. അതുപോലെ നീറ്റ് വഴിയും നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നീറ്റ് വഴിയും കീം വഴിയും നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് പഠിക്കാൻ സാധിക്കും. ഈ ഒരു കീം വഴി നിങ്ങൾക്ക് അഗ്രികൾച്ചർ, അതുപോലെ അഗ്രികൾച്ചറിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ ഫാർമസി കോഴ്സ് എന്നിങ്ങനെയുള്ള ഈ ഒരു 3 കോഴ്സുകളാണ് പഠിക്കാൻ സാധിക്കുക. ആർക്കിടെക്ചർ കോഴ്സ് നിങ്ങൾ നാറ്റ എക്സാമിനേഷൻ എഴുതിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നീറ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് പഠിക്കാൻ സാധിക്കും. കേരളത്തിൽ പഠിക്കണമെങ്കിൽ ഈ ഒരു കീം പരീക്ഷയിലെ ഈ ഒരു അതായത് MBBS, അതായത് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി നീറ്റ് വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു MBBS BDS ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. ഇനി ഈ ഒരു അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള ഇത്രയും കോഴ്സുകളാണ് ഈ ഒരു മെഡിക്കൽ അലൈഡ് വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു BSc അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് CUET രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ഇതിന് കൂടി വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നീറ്റ് വഴി നിങ്ങൾക്ക് അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. കീം വഴി വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി, ആർക്കിടെക്ചർ എന്നിവയാണ് പഠിക്കാൻ സാധിക്കുക. ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ നാറ്റ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ CUETയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനം നിങ്ങൾക്ക് നീറ്റ് വഴി, അതായത് നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ പഠിക്കാൻ സാധിക്കും. അതുപോലെ CUET വഴിയും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. CUET വഴി നിങ്ങൾക്ക് അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, വെറ്റിനറി ഇതുപോലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കുന്നതിനായിട്ട് അവസരം ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു CUET റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ICAR വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക. നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നീറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് വഴി നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ, അതായത് പെൺകുട്ടികൾക്കാണ്, അപ്പോൾ പെൺകുട്ടികൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. നീറ്റ് നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് ഏകദേശം ഒരു 650 മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്ക് ഇതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. അപ്പോൾ കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് അവരെ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അഡ്മിഷനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.